ഒരു ഉമ്മ ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടിയുടെ കാര്യത്തിൽ കുറച്ച് ആശങ്കയാണ്. കാരണം 10 വയസ്സ് ഇപ്പോൾ ആയിട്ടുള്ളൂ. ചെറുപ്പം മുതലേ ആ കുട്ടി എന്ന് വെച്ചാൽ പേടിച്ച് നിലവിളിക്കാം, കിടന്നുകൊടുന്ന് ഇറങ്ങി ഓടുക, വാതിലൊക്കെ തുറന്ന് പോവുക, അങ്ങനത്തെ ഒരു വലിയ ബഹളം ഉണ്ടാക്കണ ഒരു കുട്ടി. അപ്പോൾ പിന്നെ അയൽവാസികളും ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞു, പിന്നെ അതിനിങ്ങനെ സിഹിർ ചെകുത്താൻ ബാധയാണ്, അതുകൊണ്ട് നിങ്ങൾ ഏലസോ തകിടൊക്കെ കടക്കുന്നതിൻ്റെ അടിയിൽ വെച്ചാൽ മതി, വിരിപ്പിൻ്റെ അടിയിൽ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അവർ പറഞ്ഞു അത് ശിർക്കാണ്, അത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഉമ്മ തൗഹീദുള്ള നല്ലൊരു സ്ത്രീയാണ്. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഈ കുട്ടി പെൺകുട്ടിയാണല്ലോ, വലുതായി വരികയാണല്ലോ, അപ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ച് വലുതാവും തോറും ഇതുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത പേടിയുണ്ട്. എന്നാൽ കുട്ടീനോട് ഇത് ചോദിച്ചാൽ ഇവള് പിച്ചും പേയും പറയുന്നതോ ബഹളം ഉണ്ടാക്കുന്നതോ വാതിൽ തുറന്നു പോകുന്നതോ ഒന്നും കുട്ടിക്കറിയില്ല. നേരം വെളുത്ത് ചോദിച്ചാൽ നീ ഇന്നലെ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ചോദിച്ചാൽ കുട്ടിക്കറിയില്ല. അപ്പോൾ അവർക്ക് വല്ലാത്തൊരു എന്താണ് നമ്മൾ ഒരു പരിഹാരമായിട്ട്. കാരണം ഇങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ സ്വാഭാവികമായും പിശാചി തൗഹീദും തെറ്റിച്ച് പോകുമല്ലോ, അതിൻ്റെ ഒരു പേടി അവർക്കുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ഈ വിഷയത്തിൽ എന്താ വെച്ചാൽ, ഇത് നമ്മൾ ഇതൊക്കെ രോഗങ്ങളായിട്ടാണ് കാണേണ്ടത്. രോഗങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ കുല്ലിദ ഇന്തവ എന്നാണ്. രോഗമാണെങ്കിൽ ചികിത്സിച്ചാൽ മാറും. പിന്നെ അപൂർവം ചിലതൊക്കെ മാറാതിരിക്കും, അത് അള്ളാഹുവിന് വേണ്ടി നമ്മൾ ക്ഷമിച്ച് അതിന് പ്രതിഫലം ഉണ്ടാകുമെന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഇത് ചെറിയ പ്രായമുള്ള കുട്ടിയല്ലേ. ഇതിനിപ്പോൾ പ്രധാനമായി 3 കാരണങ്ങൾ ഇതിന് വരാം. ഒന്ന് പറഞ്ഞാൽ ഒരു ന്യൂറോ ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ്. അപ്പോൾ നല്ലൊരു ആളെ കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ന്യൂറോ ഡോക്ടറെ കണ്ട് ചിലപ്പോൾ ഒന്ന് സ്കാൻ ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്തെങ്കിലും ഈ കുട്ടിക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. വലിയൊരു മരുന്നിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട, എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും സൈക്കോളജിക്കലായിട്ട് ഈ കുട്ടിക്ക് എന്തെങ്കിലും രാത്രി ഉറങ്ങുന്ന സമയത്തുള്ള ഭയം, ചെറുപ്പത്തിൽ എന്തെങ്കിലും ഉണ്ടായ അനുഭവങ്ങൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന പേടിയിൽ നിന്ന് എന്ത് ചെയ്യാം വരാം. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് ആ കുട്ടീൻ്റെ ഒരു ഹിസ്റ്ററി എടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, ചെറുപ്പം മുതൽ ഉമ്മാൻ്റെ ഒക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയാൽ ഒരു നല്ലൊരു സൈക്കോളജിസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും. ഇനി ഇവർ ഈ പറയുന്നത് പോലെ ഒരു പൈശാചികതയാണെന്ന് വിചാരിക്കാം. പൈശാചികതയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാട്, അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഇസ്ലാമികമായ പരിഹാരമുണ്ട്. ഇപ്പോൾ ഇവർ ഈ പറയുന്ന രൂപത്തിലുള്ള ഏതെങ്കിലും മന്ത്രവാദികളെയോ സാഹിറന്മാരെയോ അങ്ങനത്തെ ചികിത്സകന്മാരെയൊക്കെ ഒന്നും കാണുന്നുണ്ട് ഒരു പ്രയോജനമില്ല. കാരണം അവർ തരുന്ന ഏലസും അവർ തരുന്ന ഉറുക്കും കെട്ടിക്കഴിഞ്ഞാൽ നബി സ്വല്ലല്ലാഹു ഒരു പ്രാർത്ഥന ഉണ്ട്, ഇങ്ങനത്തെ ഏലസോ ഉറുക്കൊന്നും കിട്ടുന്ന ആൾക്കാർ എന്ത് ചെയ്യട്ടെ, വിജയിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ അവസ്ഥ മാറാതിരിക്കട്ടെ. അപ്പം നബിൻ്റെ പ്രാർത്ഥനകൾ എന്തായാലും ഫലം കാണുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു തൽക്കാല ആശ്വാസങ്ങൾ ചിലപ്പോൾ തോന്നിയേക്കാം, പൈശാചികമായ ഒരു സമാധാനം ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ അത് ശാശ്വതമായി അവരുടെ ഇഹലോകത്തെയും പരലോകത്തെയും നഷ്ടപ്പെടുത്തും. കാരണം ഈ അസുഖത്തിൽ നിന്ന് ഒരു കാലത്തും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കരകയറാൻ പറ്റില്ല. അപ്പോൾ ആളുകൾ വിചാരിക്കണേ ഞങ്ങൾ ഇത്തരം ചികിത്സക്കൊന്നും ഞങ്ങളെ വിശ്വാസം കൊണ്ട് പോകണില്ല, പക്ഷേ പോയാൽ മാറും. പക്ഷെ അത്തരം ഒരു പരിഹാരം ഉണ്ടായിട്ടും ഞങ്ങൾ ദീൻ്റെ പേര് അത് സ്വീകരിക്കാതിരിക്കുന്ന തെറ്റാണത്. കാരണം പോകാൻ എന്തായാലും പറ്റൂല. കാരണം എന്ത് നന്മകളുണ്ടെങ്കിലും ശിർക്ക് ചെയ്താലും എല്ലാം ബാത്തിലാവും. പിന്നെ പോയാൽ ഫലമുണ്ടെന്ന് തെറ്റാണ്. അത് തൽക്കാലം ഈ വിശ്വാസത്തിൽ അവരെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയുള്ള ചില താൽക്കാലിക തോന്നലുകൾ എന്നില്ല, അപ്പുറത്തേക്ക് ഒരിക്കലും എന്ത് ചെയ്യൂല, അതിന് പരിഹാരം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവരാദ്യം വിശ്വസിക്കേണ്ടത് ഇത് ഒരു ശൈത്താൻ ചികിത്സേൻ്റെ അടുത്ത് പോയാലും എന്തില്ല, ഒരു പൂച്ച നടത്തിയാലും ഇത് ചികിത്സിച്ച് പരിഹാരം ഉണ്ടാവില്ല. അതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണം. ഒന്നുമില്ലെങ്കിൽ മെഡിസിൻ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റോ ആയിട്ട് വരിക. മറ്റൊന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതിപ്പോൾ ഒരു പൈശാചികതയാണെന്നുണ്ടെങ്കിൽ ഇത് പരിഹാരമല്ലാതെ നമ്മൾ പറഞ്ഞല്ലോ. ഇതിനെന്താ പരിഹാരം? പരിഹാരം എന്ന് പറഞ്ഞാൽ പിശാചിൽ നിന്നുള്ള എന്ത് പ്രശ്നത്തിനും പോയി എൻസാനൊക്കെ പിന്നെ ഷെയ്ത്താൻ നസുൻ ഫസ്തായതില്ല. കാരണം പിശാജ് എന്നുള്ളത് നമുക്ക് ആക്സസ് ഉള്ള ഒരു സംഗതിയല്ല. അപ്പോൾ ആരെങ്കിലും പൈശാചികമായ സേവ നടത്തുന്നുണ്ടെങ്കിൽ അവർ പിശാജ് പൂജകന്മാരും പിശാചിനെ ആരാധിക്കുന്നവരുമാണ്. അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളാവട്ടെ ഈ പിശാചിനെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ട ബലികളും നേർച്ചകളും പൂജകളുമാണ് നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തികച്ചും ഒരു ഷിർക്കിലൂടെ അല്ലാതെ എന്തില്ല, പിശാചിലേക്കൊരു ആക്സസും എന്തില്ല ആളുകൾക്കില്ല. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവോട്, നമുക്ക് നമ്മുടെ കണ്ണുകളിൽ കാണാൻ പറ്റാത്ത പിശാചിൽ നിന്ന് അള്ളാഹുവോട് കാവലിനെ തേടലാണ്. അതിപ്പോൾ ഇതൊരു പൈശാചികമായ പ്രശ്നം അല്ലെങ്കിൽ പോലും നമുക്ക് കാവലിനെ തേടാലോ. അതിനിപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്ത് തേടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യുക വെച്ചാൽ, ഒന്ന് ഉറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആയത്തുൽ കുർസി അതേപോലെ തന്നെ മുഅവ്വിദാത്ത് ഇതൊക്കെ ആദ്യം കയ്യിൽ നൂതി
ദേഹത്തെല്ലാം തടവിട്ട് ഓതുക. അത് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. പരമാവധി ഖുർആൻ കേൾപ്പിക്കാം. വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുക? കേൾപ്പിക്കാം. ആ ഖുർആൻ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? എന്തെങ്കിലും പൈശാചികത ഉണ്ടെങ്കിൽ ഖുർആൻ കൊണ്ട് അകന്നു പോകാത്ത പ്രശ്നങ്ങളില്ലാന്ന്. അതുകൊണ്ടാണ് അൽബക്കറ വീട്ടിൽ ഓതിയാൽ എന്തില്ല പിശാജ് ഉണ്ടാവുന്നൊക്കെ പറഞ്ഞ് ഖുർആൻ പാരായണം കൊണ്ട് പിശാജ് പോകും എന്നെന്ത് ചെയ്യുന്നുണ്ട് വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാമല്ലോ. അപ്പോൾ പൈശാചികത ഉണ്ടോ? ഇവർ ഖുർആൻ നിരന്തരമായി ഒഴിവില്ലാതെ എന്ത് ചെയ്യുക? ഇടതടവില്ലാതെ കേൾപ്പിക്കും. ഇവർ ഓതിയിട്ടോ ഏതെങ്കിലും നിലക്ക് കേൾപ്പിച്ചുകൊണ്ടിരുന്നാൽ ഇത് സ്വാഭാവികമായിട്ടും പരിഹാരം ഉണ്ടാവും. പിന്നെ ഈ ചികിത്സിച്ചും പരിഹാരമല്ല, നമ്മൾ ഖുർആൻ ഓതിയിട്ടും പരിഹാരമില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഒരാൾക്ക് കണ്ണ് കാണുന്നില്ല, അയാൾക്ക് അതിന് ചികിത്സയൊന്നും ഇല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ഒരു അന്ധനായി ജീവിക്കേണ്ടി വരും. പക്ഷെ അയാൾക്ക് സ്വർഗം കിട്ടും. അതെ. ഒരു അപസ്മാര രോഗിയായ സ്ത്രീയോട് എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഈ അപസ്മാര രോഗം നിനക്ക് മാറാതിരിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗം കിട്ടാൻ ഇത് മതി എന്നാണ്. അപ്പോൾ ആ സ്ത്രീ എനിക്ക് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ടെന്നാണ് പറഞ്ഞത്. അതെ അതെ, സ്വർഗം മതി എന്നാ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടാവും? പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി. അത് മാത്രമല്ല, സ്വർഗം കിട്ടാൻ എളുപ്പ വഴി കൂടിയാണ്. ചിലപ്പോൾ എന്തുള്ളൂ, ചില 10 വയസ്സുള്ളൂ, ഈ കുട്ടിക്ക് ഒരു വിവാഹമൊക്കെ ആകുമ്പോഴേക്കും സ്വയമേ മാറിപ്പോകാവുന്ന പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ, അത്രേ ഉണ്ടാവുള്ളൂ. ഏതായിരുന്നാലും ഈ പരിഹാര മാർഗങ്ങളൊക്കെ അവർ തേടുക. തീർച്ചയായും അവരുടെ കുട്ടിയുടെ അസുഖം അള്ളാഹു എത്രയും പെട്ടെന്ന് സുഖമാക്കി കൊടുക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം.